CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്ഭവൻ രാജകൊട്ടാരമല്ലെന്നും രാജ്ഭവനിൽ ഇരിക്കുന്നവർ രാജാവിന്റെ പ്രതിപുരുഷന്മാരുമല്ലെന്ന് പി പ്രസാദ് പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തിന് ശക്തി അപാരമായിട്ടുണ്ട് എന്ന് ജനത മനസ്സിലാക്കി. അതിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരമൊരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. കവികൾ രുതിരാജസാരികളാണ് എന്ന് പറയാറുണ്ട്. കരച്ചിലിന് പിന്നാലെ പോകുന്നവർ എന്ന്. ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴക്കൈകളിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ അവർ കണ്ടിട്ടാണ് അവരുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് വാക്കുകളിലൂടെ വരികളിലൂടെ അവർ കവിതകൾക്ക് പിറവി കൊടുത്തത്. അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നവയായി മാറി. ഇന്നലെയാണ് ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തിയത്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ലയും ചെറുപ്പക്കാരൻ എത്തുമ്പോൾ എന്തൊരു അഭിമാനത്തോടെയാണ് ഓരോ ഭാരതീയനും നിൽക്കുന്നത്. രാജ്ഭവൻ രാജകൊട്ടാരമല്ല, രാജ്ഭവനിലിരിക്കുന്ന ഗവർണർ രാജാവിന്റെ പ്രതിപുരുഷന്മാരുമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയെ മാതാവായി തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത്. എന്നാൽ ഏതെങ്കിലും സംഘടനയോ പ്രസ്ഥാനമോ രൂപപ്പെടുത്തിയ ചിത്രം മാതാവാണെന്ന് അവർക്ക് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാം. അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു. മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും പി പ്രസാദ് പറഞ്ഞു. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കവയത്രി കണിമോൾ, ഡോക്ടർ ചേരാവള്ളി ശശി, പള്ളിക്കൽ സുനിൽ, N ശ്രീകുമാർ, രജി പണിക്കർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.